നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുടരുന്ന ജനദ്രോഹ നയങ്ങളാണ് പിണറായി വിജയനും സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 7ാമത് കേരള സ്റ്റേറ്റ് ബദിര ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാർ. പരിപാടി നടന്നത് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും ജനുവരി 17 ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രദർശന വിപണന മേളയ്ക്ക് സമാപനം. മേളയിൽ വ്യത്യസ്തരായി പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂളിലെ കൂട്ടുകാർ. കാസർഗോഡും പൂവലും മംഗല്യത്തിന്റെ വേദിയായി. പ്രൗഢമായ വിവാഹ ചടങ്ങിൽ സാക്ഷികളായത് നിരവധി പേർ. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന ഖ്യാതി നേടിയ പിലിക്കോട് പഞ്ചായത്ത് ഊർജ്ജ മേഖലയിലും പുതിയ കുതിപ്പിനൊരുങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുടരുന്ന ജനദ്രോഹ നയങ്ങളാണ് പിണറായി വിജയനും സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന UDF ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി പിന്തുടരുന്ന ജനദ്രോഹ നയങ്ങളാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നതെന്നും നിസ്സാര സംഭവങ്ങൾക്ക് പോലും UAPA നിയമം ചുമത്തുന്ന സർക്കാർ നടപടിയെയും ചെന്നിത്തല വിമർശിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന UDF ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിലെ ഗവൺമെന്റ് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രശ്ന സങ്കീർണമാക്കുകയാണ്. നരേന്ദ്രമോദിയുടെ നോട്ട് പിൻവലിക്കൽ നടപടി രാജ്യത്ത് വലിയ അരാജകത്വം ക്ഷണിച്ചു വരുത്തിയിരിക്കുക. 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ചതോടുകൂടി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നിരിക്കുന്നു. പരിപാടിയിൽ UDF ജില്ലാ ചെയർമാൻ ചെർക്കളം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, PB അബ്ദുൾ റസാഖ് MLA, KP കുഞ്ഞിക്കണ്ണൻ, CT അഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. 7ാമത് കേരള സ്റ്റേറ്റ് ബദിര ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജില്ല ചാമ്പ്യന്മാരായി. 7ാമത് കേരള സ്റ്റേറ്റ് ബദിര ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിനാണ് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം വേദിയായത്. 14 ജില്ലകൾ മാറ്റുരച്ച ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നെല്ലിക്കുന്ന MLA നിർവഹിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ഫൈനലിസ്റ്റുകളായി. തുടർന്ന് 119 റണ്ണുകളോടെ മലപ്പുറം ജില്ല ചാമ്പ്യന്മാരായി. കൽക്കട്ടയിൽ വെച്ച് നടക്കുന്ന ദേശീയ ബദിര ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള അവസരമാണ് ഇവർക്ക് ലഭിക്കുന്നത്. പരിപാടിയുടെ സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഴിഞ്ഞ 4 ദിവസമായി നടന്നുവന്ന വ്യവസായ പ്രദർശന വിപണന മേള സമാപിച്ചു. മേളയിൽ പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ സ്റ്റാൾ ശ്രദ്ധേയമായി. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്നുവരുന്ന വ്യവസായ പ്രദർശന വിപണന മേളയ്ക്കാണ് സമാപനമായത്. മേളയിൽ വിവിധ തരം ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിനെത്തിയെങ്കിലും കൊച്ചുകൂട്ടുകാരുടെ സ്റ്റാളാണ് മേളയിലെ ശ്രദ്ധാകവചമായി മാറിയത്. പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂളിലെ കൊച്ചുകൂട്ടുകാരാണ് സ്വയം നിർമ്മിച്ച അച്ചാർ, ഫാൻസി ഐറ്റംസ്, തുണിസഞ്ചി, പാവ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി മേളയിലെ താരങ്ങളായി മാറിയത്. പഠനത്തോടൊപ്പം കൈത്തൊഴിൽ പരിശീലനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി അവധിക്കാലത്ത് പ്രത്യേക പരിശീലനമാണ് കൊച്ചുകൂട്ടുകാർക്ക് ലഭിച്ചത്. തങ്ങളുടെ പ്രയത്നം വിജയകരമായതിന്റെ സന്തോഷത്തിലാണ് പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും ജനുവരി 17 ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലുള്ള സ്വകാര്യ ബസ് പെർമിറ്റുകൾ അതേപടി നിലനിർത്തുക, വിദ്യാർത്ഥികളുടേതടക്കം യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് പ്രീമിയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന സമരപരിപാടിയുടെ ഭാഗമായി 14 ജില്ലാ ആസ്ഥാനങ്ങളിലും ജനുവരി 17 ധർണ നടത്തുമെന്നും അതിന്റെ ഭാഗമായി 17 രാവിലെ ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്ന് കളക്ടറേറ്റ് ജംഗ്ഷൻ വരെ പ്രകടനവും ധർണയും നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്തുക, വിദ്യാർത്ഥികളുടെ കൺസഷൻ ചാർജ് വർദ്ധിപ്പിക്കുക, ദിവസം തോറും ഡീസൽ ചാർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും 1 രൂപ 3 പൈസ കൂട്ടി കേരളത്തിന്റെ സെസ് കൂടി ഗുണമാക്കുക. ഇന്നലെയും കൂട്ടി. അത് മാത്രമല്ല, ഇൻഷുറൻസ് കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ഈ ഏപ്രിൽ
വാർത്താ സമ്മേളനത്തിൽ കെ ഗിരീഷ്, സത്യൻ പൂച്ചക്കാട്, PA മുഹമ്മദ് കുഞ്ഞി, കെ ശങ്കരൻ നായിക്, CA മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പുതിയ അധ്യായം. സിറ്റി ഗോൾഡ് സംഘടിപ്പിച്ച സമൂഹ വിവാഹവും രോഗികൾക്കായുള്ള ധനസഹായവും കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിറഞ്ഞ സദസ്സിന് പുതിയ അനുഭവമായി മാറി. സാമ്പത്തിക പരാധീനതകൾ കാരണം ജീവിതം ചോദ്യചിഹ്നമായി മാറിയ 10 കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹമെന്ന സ്വപ്നത്തെയാണ് സിറ്റി ഗോൾഡ് യാഥാർത്ഥ്യമാക്കിയത്. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ കാർമ്മികത്വത്തിൽ നടത്തിയ വിവാഹ ചടങ്ങിലാണ് സിറ്റി ഗോൾഡ് ഫൗണ്ടേഷൻ സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും സമ്മാനിച്ചത്. അതിൽ സഹായിക്കുന്നവർക്ക് പുണ്യമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരക്കാരായ ആളുകളെ സഹായിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തു വരാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് നടക്കുന്നതാണ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഇത്രത്തിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ആശുപത്രി ചിലവുകൾ പോലും വഹിക്കാനാകാത്ത തിരഞ്ഞെടുത്ത 20 രോഗികൾക്കായുള്ള ധനസഹായവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ജാതിമത ഭേദമന്യേ നിരവധി പേർ സാക്ഷിയായ ചടങ്ങിൽ MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, CT അഹമ്മദ് അലി, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, സിറ്റി ഗോൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. മഹറിന്റെ മാല ചാർത്തി മഹർ. പൂവൽ വൈറ്റ് മൂൺ ക്ലബ്ബ് സംഘടിപ്പിച്ച മഹർ സമൂഹ വിവാഹം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ആയിരങ്ങളാണ് ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനെത്തിയത്. ഒരു നാട് തന്നെ ഒഴുകിയെത്തിയ നിമിഷമായിരുന്നു അത്. പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ 2 യുവതികളെ സഹോദരങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഒരു നാട് കെട്ടിച്ചയക്കുമ്പോൾ അതിന് സാക്ഷിയാവാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. പൂവൽ വൈറ്റ് മൂൺ കലാവേദിയുടെയും മഹബൂബെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മഹർ സമൂഹ വിവാഹം മഹാസംഭവമായി മാറി. ചുട്ടുപൊള്ളുന്ന വെയിലത്തും ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. നിർധനയും അനാഥയുമായ 2 യുവതികളെ സ്വർണവും അവർക്ക് ഉപജീവനത്തിനുള്ള ഓട്ടോറിക്ഷയും നൽകിക്കൊണ്ട് ആഹ്ലാദപൂർവ്വമാണ് കെട്ടിച്ചയച്ചത്. കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നിക്കാഹ് കർമ്മത്തിന് കാർമ്മികത്വം വഹിച്ചു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. زوجتك وأنكحتك മൗലിയത്തി മറിയം റഷീദ ബിമഹ്റിൻ മബ്ലഹു മുഹമ്മദിൻ വഅലാലിഹി വഅസ്ഹാബിഹി വഅത്രതിഹി അജ്മഈൻ. അബ്ദുൽ മജീദ് ബാക്കവി, ഷാഫി ബാക്കവി ചാലയം, അബ്ദുൽ അസീസ് ദാരിമി പന്മല, അഹമ്മദ് മുസ്ലിയാർ തുരുത്തി, റഷീദ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു. സീദ് അബ്ദുള്ള ബാഫുക്കി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. രാവിലെ നടന്ന സാംസ്കാരിക പരിപാടി INL ദേശീയ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ മാളിക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അച്ചു നായമാർമല, ബഡുവൻ കുഞ്ഞിച്ചാൽക്കര, KN അനീഫ്, MA ലത്തീഫ്, അസീസ് കടപ്പുറം, KS ഫക്രുദ്ദീൻ, AB ആരിസ്, MP നാസർ, നൌഷാദ് നെല്ലിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പിലിക്കോട് പഞ്ചായത്തിൽ ഊർജയാൻ പദ്ധതി നടപ്പിലാക്കുന്നു. ഊർജ സംരക്ഷണമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന ഖ്യാതി നേടിയ പഞ്ചായത്ത് ഊർജ മേഖലയിലും പുതിയ കുതിപ്പിനൊരുങ്ങുന്നു. പിലിക്കോട് പഞ്ചായത്തിന്റെ ഊർജായനം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ അയൽസഭയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രവർത്തകരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. കാലിക്കടവ് കരഹക്കാവ് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ KSCB ഡയറക്ടർ ഡോക്ടർ V ശിവദാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിക്കാണോ സബ്സിഡി വേണ്ടത്? സബ്സിഡിയുടെ വിഷയമാണ് ഈ കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്. ഈ സ്വർണ്ണ കൊടിമരത്തിന്റെ മുകളിൽ വെക്കുന്ന ലൈറ്റിന് സബ്സിഡി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ മുമ്പുള്ള വർഷം ഈ സബ്സിഡി കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് വേണ്ടടിക്കും വേണ്ടാത്തടിക്കും ഒക്കെ ഇങ്ങനെ ലൈറ്റ് കത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത് ആകെ പ്രഭാപുരമാക്കി മാറ്റണം എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെക്കുകയാണ്. നമ്മളൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തണം. അതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ സോഷ്യൽ ഓഡിറ്റിന് വിധേയപ്പെടണം. പിന്നെ ചില സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ വീട്ടിലൊക്കെ മതിൽ മുഴുവൻ ഈ എന്താ പറയാ കുറ്റിന്റെ കാലിന്റെ കൊണ്ട് ഇങ്ങനെ
വിളക്ക് വെച്ചില്ലെങ്കിൽ ഉറക്ക് വരില്ല എന്നുള്ളതാണ്. അത് കാണുന്ന കാഴ്ചയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. EMC കേരള ഡയറക്ടർ KM ധനേശൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ഗോവിന്ദൻ ലോഗോ പ്രകാശനം ചെയ്തു. രാജഗോപാലാചാരി, ജോൺസൺ ഡാനിയൽ, K ശശിധരൻ അടിയോടി, KP രാജീവൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശൈലജ സ്വാഗതവും MK ഹരിദാസ് നന്ദിയും പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വീടുകളിലും ശുചിമുറി സ്ഥാപിച്ച് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി മാറിയ പിലിക്കോട് ഇത്തവണ ഊർജായന പദ്ധതിയുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വൈദ്യുതി ഉപകരണങ്ങളുടെ ക്ഷമതക്കുറവ്, ശീലങ്ങളിലെ അശാസ്ത്രീയത, ഊർജ്ജ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ലായ്മ തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നല്ലൊരു ഭാഗം പാഴായി പോകുന്നു. പഞ്ചായത്തിൽ ഇതിൻ്റെ ആഴവും പരപ്പും തിട്ടപ്പെടുത്തി എല്ലാവർക്കും ഊർജ്ജവും എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിതവും പ്രദാനം ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമിതോപയോഗം നിമിത്തം പ്രതിസന്ധിയിലായിരിക്കുന്ന വൈദ്യുതിയും ഫോസിൽ ഇന്ധനങ്ങളും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ സാമ്പത്തിക ലാഭം മാത്രമല്ല ഭാവി തലമുറയ്ക്ക് ഒരു കരുതിവെപ്പും പദ്ധതി ലക്ഷ്യമിടുന്നു. വീടുകളിലും സർക്കാർ ഓഫീസുകളിലും നടപ്പിലാക്കുന്ന ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ വിജയിച്ചാൽ ഊർജായന പദ്ധതി കേരളത്തിൽ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വഴികാട്ടിയാകും. പദ്ധതിയുടെ ഭാഗമായി ഈ മാസം 26-ന് മുഴുവൻ വീടുകളിലും സർവേ നടത്തി ഊർജ്ജ വിനിയോഗത്തിൽ വന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്തും. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് ലെവൽ കോൺഫറൻസ് സംഘടിപ്പിക്കും. ജനുവരി 20-21 തീയതികളിലായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരിക്കും പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 20-21 തീയതികളിലായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സ്റ്റേറ്റ് ലെവൽ കോൺഫറൻസിന്റെ ഉദ്ഘാടനം NA നെല്ലിക്കുന്നം LA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ പാഠ്യപുസ്തക തയ്യാറാകുವಾಗ ಮಲಯಾಳ, ಕನ್ನಡ, ತಮಿಳು ಒಂದೇ ರೀತಿಯ ಪಠ್ಯಪುಸ್ತಕ. ಬೇರೆ ರಾಜ್ಯಗಳಲ್ಲಿರುವ ಹಾಗೆ ಮತ್ತೊಂದು ರಾಜ್ಯದಿಂದ ತರುವಂತಹ ಸಂಪ್ರದಾಯ ಇಲ್ಲ. ಇಲ್ಲಿ ಕಲಿಯುತ್ತಿರುವ ಕನ್ನಡ ಮಕ್ಕಳಿಗೆ ಕನ್ನಡದಲ್ಲಿಯೇ ಕೇರಳದ ವಿಶಿಷ್ಟತೆಗೆ ಅನುಸಾರವಾದಂತಹ ಕೇರಳದಲ್ಲಿ ತಯಾರಾದಂತಹ ಪಠ್ಯಪುಸ್ತಕವನ್ನೇ ಕೊಡುವಂತಹ ಕೆಲಸ ನಡೆಯುತ್ತಾ ಇದೆ. ಅದು ಸರಿಯಾಗಿ ನಿರ್ವಹಣೆ ಆಗುವುದಿಲ್ಲ ಎಂಬ ಅದನ್ನು ಏನು ಮಾಡುವುದು ಅಂತ ಹೇಳಿ ಆಲೋಚನೆ ಮಾಡ್ತಾ ಇರುವಾಗ വാർത്താസമ്മേളനത്തിൽ TD സദാശിവറാവു, K സതീഷ്, സുബ്രഹ്മണ്യ ഭട്ട്, K ജ്യോതി, അബ്ദുറഹ്മാൻ N, പ്രദീപ് കുമാർ ഷെട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലഗോകുലം കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോകുലോത്സവം സംഘടിപ്പിച്ചു. കൊറുവയൽ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലായിരുന്നു പരിപാടി. ബാലഗോകുലം കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഗോകുലോത്സവം സംഘടിപ്പിച്ചത്. കൊറുവയൽ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ഗോകുലോത്സവത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രതന്ത്രി വര്യർ കാവുമഠം വിഷ്ണുപ്രകാശ് തന്ത്രി നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം ഹർഷവർദ്ധന നായക് അധ്യക്ഷത വഹിച്ചു. ഗോകുലോത്സവത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം മാംഗ്ലൂർ പ്രമുഖ് രവീന്ദ്ര പുത്തൂർ പ്രഭാഷണം നടത്തി. ಸಂಸ್ಕಾರ ನಮ್ಮ ದೇಶದ ಒಂದು ಅವಿಭಾಜ್ಯವಾದ ಪರಂಪರೆ. ಒಂದು ವ್ಯಕ್ತಿಗೆ ಯಾವಾಗ ಸಂಸ್ಕಾರ ಸಿಗುವುದಿಲ್ಲೋ ಆವಾಗ ಅವನು ರಾಕ್ಷಸನಾಗ್ತಾನೆ. ಜಗತ್ತಿನ ಬೇರೆ ಬೇರೆ ದೇಶಗಳ ಜೀವನ ವಿಧಾನವನ್ನು ಅಧ್ಯಯನ ಮಾಡಿದರೆ ಆ ದೇಶದ ಜೀವನ ವಿಧಾನಕ್ಕೂ ನಮ್ಮ ದೇಶದ ಜೀವನ ವಿಧಾನಕ್ಕೂ ಬಹಳ ಅಗಾಧವಾದಂತಹ ವ್ಯತ್ಯಾಸ ಇದೆ. ಆ ದೇಶಗಳಲ್ಲಿ ಮನುಷ್ಯನನ್ನು ವ್ಯಾಖ್ಯಾನಿಸುವ ರೀತಿಗೂ ನಮ್ಮ ದೇಶದಲ್ಲಿ ಮನುಷ್ಯ ಹೀಗೆ ಅಂತ ಹೇಳುವಂಥ ರೀತಿಗೂ ಅಜಗಜಾಂತರ ವ್ಯತ್ಯಾಸ ಇದೆ. PWDയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം ഹൈവേക്ക് സമീപമുള്ള അനധികൃത തട്ടുകടകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ പോലീസ് അധികാരികളുടെ സഹായത്തോടെയായിരുന്നു നീക്കം ചെയ്യൽ നടപടി ആരംഭിച്ചത്.
തിങ്കളാഴ്ച രാവിലെ മഞ്ചേശ്വരം നാഷണൽ ഹൈവേ പരിസരത്തായിരുന്നു അനധികൃത തട്ടുകടകളും ഫ്ലക്സുകളും നീക്കം ചെയ്യൽ നടപടി ആരംഭിച്ചത്. ഏറെ നാളായി അനധികൃത തട്ടുകടകൾ നീക്കം ചെയ്യണമെന്ന നോട്ടീസും പരാതിയും ലഭിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ ഈ നടപടി തുടരുന്നതിന്റെ ഭാഗമായായിരുന്നു അധികൃതർ പോലീസിന്റെ സഹായത്തോടെ നീക്കം ചെയ്യൽ നടപടി സ്വീകരിച്ചത്. വരും നാളുകളിൽ കാലിക്കട് വരെയുള്ള പ്രദേശങ്ങളിൽ ഫ്ലക്സുകളോ മറ്റ് അനധികൃത കടകളോ കണ്ടാൽ ഉടൻ തന്നെ നീക്കം ചെയ്യൽ നടപടി തുടരുമെന്നും അധികാരികൾ അറിയിച്ചു. ഹയർ സെക്കൻഡറിയെ DPAയിൽ ലയിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ നടന്ന സമ്മേളനം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിലബസ് വളരെ കൂടുതലാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ അതിനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചു. അതിലൊരു വിഭാഗം കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതും മറ്റേ വിഭാഗം ഓപ്ഷണലായിട്ട്, അതായത് 10 ചോദ്യം തന്നു കഴിഞ്ഞാൽ 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പത്രത്തിലൊക്കെ വാർത്ത വായിച്ചതാണ്. അപ്പോൾ നമ്മുടെ സിലബസ് ലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ല, സിലബസ് പരിഷ്കരണത്തിൽ ഹയർ സെക്കൻഡറിയെ DPAയിൽ ലയിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പ്രിൻസിപ്പൽമാർക്ക് സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ നിയമിക്കുക, ജൂനിയർ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് P. ശശിധരൻ അധ്യക്ഷനായി. സോജി ചാക്കോ, നാരായണൻ നമ്പൂതിരി, K. ബാലൻ, M. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി N. സദാശിവൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി T. ഗോപകുമാർ നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്നും വിരമിക്കുന്ന രമണി ടീച്ചർ, സുരേഷ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉണർവ് എന്ന പേരിൽ കയ്യൂരിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്തും കയ്യൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായിരുന്നു സംഘാടകർ. രോഗാതുരതയുടെ അംഗവൈകല്യങ്ങളുടെ ദുരിതപീഠകളിൽ ജീവിതം ജീവിച്ചു തീർക്കുന്നവരെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക എന്ന ലക്ഷ്യവുമായാണ് കയ്യൂർ ചീമേനി പഞ്ചായത്തും കയ്യൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രവും പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സാന്ത്വന ദിനമായി നടത്തിയ കുടുംബസംഗമം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 4 ലക്ഷത്തോളം ജോലിക്കാർ, അതോടൊപ്പം അവരെ സഹായിച്ചുകൊണ്ട് 90 ലക്ഷം ജനങ്ങൾ, വിവിധ മേഖലകളിൽപ്പെട്ടവർ, ഇവരെല്ലാം അടങ്ങുന്ന വളരെ വിപുലമായ സേവനോത്സുകതയുടെ, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തകരും അതിന്റെ സംഘടനാ സംവിധാനങ്ങൾ. രോഗത്തെ ചികിത്സിക്കാൻ വളരെ അനിവാര്യമായ മെഡിസിനും MBBS ഡോക്ടറും അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി ഡോക്ടർമാരും അതിന്റെ എല്ലാ മെഡിക്കൽ പിൻബലവും അതിന്റെ മുഴുവൻ അല്ലെങ്കിൽ പൂർണ്ണമായും അസുഖത്തെ ചികിത്സിക്കുക എന്നതാണ്. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ രോഗിയെന്ന് വിശേഷിപ്പിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ്. കാരണം രോഗിയായി ഒരാൾ ജനിക്കുന്നില്ല. വിവിധ കാരണങ്ങളിൽ, വിവിധ കാരണങ്ങളാൽ, ചിലപ്പോൾ ശാരീരികമായ കാരണങ്ങളായിരിക്കാം, വിവിധ കാരണങ്ങളായിരിക്കാം രോഗത്തിന് വിധേയരാകേണ്ടി വരുന്നവരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു രോഗിയായി പോയല്ലോ, ഒന്നും വേണ്ടത് ജീവിച്ചു, അതല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് K. ശകുന്തള അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് K. ഗംഗാധര വാര്യർ, KV രജനി, കൈനി കുഞ്ഞിക്കണ്ണൻ, KP ഗീത, ഡോക്ടർ ഭീമ മാധവൻ, CT ലത എന്നിവർ സംസാരിച്ചു. M. ബാലകൃഷ്ണൻ സ്വാഗതവും ബാബു മുത്തല നന്ദിയും പറഞ്ഞു. അഗ്രികൾച്ചറൽ അസിസ്റ്റൻസ് അസോസിയേഷൻ കേരളയുടെ 44ാമത് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കൃഷി ഫീൽഡ് ഓഫീസർ തസ്തിക സൃഷ്ടിക്കുക, കൃഷി ഓഫീസർ തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ ശതമാനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഹരിത കേരളം പദ്ധതി അടക്കമുള്ള നവ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മുന്നിട്ടിറങ്ങാൻ സമ്മേളനം തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TV ഹരീന്ദ്രൻ അധ്യക്ഷനായി. K. നാണുക്കുട്ടൻ, B. ശിവകുമാർ, PD ദാസ്, ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ P. ദാമോദരന് യാത്രയയപ്പ് നൽകി. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. സർവീസിൽ നിന്നും വിരമിച്ച കരിന്തളം മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ P. ദാമോദരന് യാത്രയയപ്പ് നൽകി. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയയപ്പ് സംഘടിപ്പിച്ചത്.
ബൈക്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സാഹസിക യാത്ര നടത്തിയ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ TMC ഇബ്രാഹിമിനെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ട്രഷറർ രതീശൻ അരിമൽ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അശോകൻ TV ഉപഹാര സമർപ്പണം നടത്തി. 22 വർഷങ്ങളുടെ ഇടവേളയ്ക്കു ശേഷം നീലേശ്വരം പടിഞ്ഞാറ്റുംകുഴുവൽ നഗച്ചേരി ഭഗവതി സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം 16-ന് തുടങ്ങുന്ന ഉത്സവ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കലശമഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ 16-ന് രാവിലെ നടക്കുമെന്ന് നീലേശ്വരം പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ T. ചോയ്യമ്പൂത്ത്, തിരുവത്ത് നാരായണൻ, NV ചന്ദ്രൻ, M. ശോഭനൻ, P. ദാമോദരൻ പണിക്കർ, MM നാരായണൻ, K. പ്രകാശൻ, സായിദാസ്, K. രാമകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. കന്നിക്കലവറ യാത്ര രാവിലെ 9-ന് മുണ്ടിക്കാൽ തറവാട്ടിൽ നിന്നും പുറപ്പെടും. തുടർന്ന് തീർത്ഥങ്കര പൂരക്കളിപ്പന്തൽ, ഒഴിഞ്ഞവളപ്പ് തറവാട്, പടന്നക്കാട് വലിയ വീട് തറവാട്, നീലേശ്വരം തെരുവിലെ മുത്തപ്പൻ മഠപുര എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും കലവറ ഘോഷയാത്ര നടത്തും. വൈകിട്ട് 3-ന് തന്ത്രി വാരിക്കാട്ട് പത്മനാഭനെ മാടത്തിന് കീഴിൽ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും സ്വീകരിച്ച് ആനയിക്കും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അന്ന് 4 മണിക്ക് മന്ത്രി ചന്ദ്രശേഖരൻ നിർവഹിക്കും. കേരള പൂരക്കളി അക്കാദമി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട T. ചോയ്യമ്പൂവിനെ ചടങ്ങിൽ ആദരിക്കും. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ മുഖ്യാതിഥിയായിരിക്കും. 17-ന് രാവിലെ 10-ന് നടക്കുന്ന ആചാരസംഗമം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. M. രാജഗോപാലൻ MLA സോവനീർ പ്രകാശനം ചെയ്യും. ജില്ലാ കളക്ടർ ജീവൻ ബാബു 18-ന് രാവിലെ നടക്കുന്ന മാതൃസംഗമവും P. കരുണാകരൻ MP വൈകിട്ട് 6-ന് നടക്കുന്ന സൗഹൃദ സദസ്സും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 19-ന് വ്യാഴാഴ്ച രാവിലെ 10:45-നും 11:45-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടക്കും. ഡോക്ടർ RC കരിപ്പത്തിൻ്റെ പ്രഭാഷണം, കലാസന്ധ്യ, പഞ്ചാരിമേള അരങ്ങേറ്റം, പൂരക്കളി പ്രദർശനം, മറത്തുകളി സംഘസംവാദം, ഡ്രമാറ്റിക് വിൽക്കലാമേള, ഗാനമേള തുടങ്ങിയ പരിപാടികളും ഉത്സവ ദിനങ്ങളിൽ നടത്തും. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും. കാലമേൽപ്പിച്ച പോർലുകൾ തീർത്ത് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ മഹനീയമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആഘോഷ കമ്മിറ്റിയും നാട്ടുകാരും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുടരുന്ന ജനദ്രോഹ നയങ്ങളാണ് പിണറായി വിജയനും സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 7ാമത് കേരള സ്റ്റേറ്റ് ബദിര ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാർ. പരിപാടി നടന്നത് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും ജനുവരി 17-ന് ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രദർശന വിപണന മേളയ്ക്ക് സമാപനം. മേളയിൽ വ്യത്യസ്തരായി പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂളിലെ കൂട്ടുകാർ. കാസർഗോഡും പൂവലും മംഗല്യത്തിന്റെ വേദിയായി. പ്രൗഢമായ വിവാഹ ചടങ്ങിൽ സാക്ഷികളായത് നിരവധി പേർ. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന ഖ്യാതി നേടിയ പിലിക്കോട് പഞ്ചായത്ത് ഊർജ്ജ മേഖലയിലും പുതിയ കുതിപ്പിനൊരുങ്ങുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.